അൽഹംദുലില്ലാഹ്, ഫലസ്തീനിൽ യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെ ഹമാസും ഇസ്രായേലും തമ്മിൽ സമാധാന കരാർ ഒപ്പുവെക്കാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും സത്യത്തിൽ സന്തോഷം തോന്നുകയാണ്. കാരണം അവർ അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്നും അവർക്കൊരു മോചനം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം ഫലസ്തീനികളായ ആളുകൾ പതിറ്റാണ്ടുകളായി അവർ അനുഭവിച്ചു വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മൾ കണ്ടവരാണ്. എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ, സ്വന്തം വീട് നഷ്ടപ്പെട്ടു പോയവർ, അങ്ങനെ തുടങ്ങിയ നഷ്ടങ്ങളുടെ ഒരുപാട് കണക്കുകൾ ഫലസ്തീനികളായ ആളുകൾക്ക് പറയാനുണ്ടാകും. പക്ഷേ അവർക്ക് ഈ സമയത്ത് സമാധാനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ചിന്തിക്കാനുള്ളൊരു കാര്യം, എത്രത്തോളം അതിൽ വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം മുമ്പ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരുന്ന, ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്ന എത്രയോ ആളുകളെ കൊന്ന സംഭവങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടവരാണ്. മാത്രമല്ല, ഹദീസുകളിൽ കാണാം ജൂതന്മാർ വഞ്ചകരാണ്, അവർ ചതിക്കും, അവർ ചതിയന്മാരാണ് എന്നുള്ള കുറേ സംഭവങ്ങളും ഹദീസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇനി അനധിവിദൂര ഭാവിയിൽ ഉണ്ടാകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എപ്പോഴാണ് അവരുടെ മൈൻഡ് മാറുക എന്നൊന്നും പറയാൻ കഴിയില്ല. ഏതായാലും സോഷ്യൽ മീഡിയകളിലൂടെ ഫലസ്തീനികളായ ആളുകളുടെ സന്തോഷം കാണുമ്പോൾ, അവരുടെ ആഹ്ലാദം കാണുമ്പോൾ ശരിക്കും നമുക്കൊക്കെ വലിയ സമാധാനമാണ്, സന്തോഷമാണ്. എന്നിരുന്നാലും അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു അവർക്ക് സമാധാനവും സന്തോഷവും നിലനിർത്തി കൊടുക്കട്ടെ. അവരിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹു ഷഹീദിൻ്റെ കൂലി കൊടുക്കട്ടെ.